പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്നുണ്ട് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്കിപ്പോൾ ദൈവം അവസരം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ മനുഷ്യൻ എങ്ങനെയാണ് ജീവൻ ലഭിച്ചത് എന്നുള്ള വചനമാണ് നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത്. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവൻ്റെ വായുവിൽ ഒരു മനുഷ്യൻ ഉള്ളിലോട്ടെടുക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന അവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും ഈശോ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് സ്വയം പരീക്ഷിച്ചു നോക്കാം. നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ ഈന്നും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഷോ എന്നും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരും. അവസാനത്തെ നിശ്വാസം നമ്മൾ എടുക്കുമ്പോൾ പോലും ഈശോ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ജീവനെ നിശ്വസിച്ചത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനം തോറും അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഈശോയുടെ ആലയമാണെന്ന് പറയുന്നു. നമ്മളെല്ലാം വളരെ ലഘുവായിട്ട് എടുത്തു കളയുന്നു. നിന്നെ ദർശിക്കുന്നവർ കർത്താവിനെയാണ് കാണുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, നീ എൻ്റെ ശിഷ്യനാണെന്ന് മറ്റുള്ളവരറിയണമെങ്കിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം താഴ്ത്തപ്പെടണം, ദൈവവേല ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവശ്വാസത്തിൽ ഈശോ നിലനിൽക്കുന്നു. ആ ഈശോയോടൊപ്പമാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ആവലാതികളും എല്ലാം മാറ്റിവെക്കാം. നിങ്ങളുടെ ജീവിതം തന്നെ ഈശോയിലാണ്. ഈശോ വസിക്കുന്ന ആലയമാണ് നീ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ഭൂമിയിൽ ഈശോയോടൊപ്പം നടക്കുവാൻ
നമുക്ക് അവസരം തന്നതിന്, എൻ്റെ ഓരോ ശ്വാസത്തിലും ഈശോയെ അനുഭവിക്കുവാൻ എനിക്ക് പറ്റുന്നതിന് ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ പ്രഭാതത്തിൽ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ, അതിൽ ഏകദേശം 400 കോടിയിലധികം മക്കൾ ഈശോയെ അറിഞ്ഞിട്ടില്ല. അവരെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോ അവരെയും തൊടട്ടെ. ആ മക്കളും ഈശോയിൽ വിശ്വസിക്കട്ടെ. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ലോകം മുഴുവനും എൻ്റെ സുവിശേഷം അറിയണം. ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എൻ്റെ ആലയമാണെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഓർക്കുക, എൻ്റെ ശ്വാസത്തിൽ പോലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഈ എന്നും, ശ്വാസം നിങ്ങൾ വിടുമ്പോൾ ശോ എന്നും. ഈശോയുടെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യേശുവിൻ്റെ സമാധാനം ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.